12. നമ്പൂതിരിപ്പാടും ഇന്ദുലേഖയുമായി ഒന്നാമത് ഉണ്ടായ സംഭാഷണം. നമ്പൂരിപ്പാട് കുളിയും ഊണും കഴിഞ്ഞ ഉടനെ കേശവൻ നമ്പൂതിരി പഞ്ചുമേനോൻ തന്നോട് അറിയിപ്പാൻ പറഞ്ഞ വിവരം അറിയിച്ചു. പറയുമ്പോൾ ചെറുശ്ശേരി നമ്പൂരിയും കൂടെ ഉണ്ടായിരുന്നു. തനിക്കു വന്ന ചിരി അടക്കിക്കൊണ്ട് കേശവൻ നമ്പൂരിയുടെ വാക്ക് അവസാനിച്ച ഉടനെ പറയുന്നു: ചെറുശ്ശേരി നമ്പൂരി, അങ്ങനെ തന്നെയാണ് വേണ്ടത്. കവിത വനിത ചൈവ സ്വയമേ വാഗതാ വര എന്നാണ് പ്രമാണം. പിന്നെയും ഇന്ദുലേഖ വരുമോ എന്നുള്ളതിനെ എനിക്ക് അണുമാത്രവും സംശയമില്ല. കേശവൻ നമ്പൂതിരി: അതിൽ രണ്ടു പക്ഷമില്ല. ഇനി അങ്ങോട്ട് ഒന്ന് ഇറങ്ങുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. നേരം 4 മണിയായിട്ടേ ഉള്ളൂ. നമ്പൂതിരിപ്പാട്: ഓ, പോവുക. ചെറുശ്ശേരി, ഞാൻ കുപ്പായം ഇട്ട് കളയാം. നേരത്തെ കുപ്പായം എനിക്ക് വളരെ ചേർച്ച തോന്നി. വെയിലത്ത് പല്ലക്കിൽ നിന്നിറങ്ങിയപ്പോൾ ബഹുപ്രഭ എനിക്കു തന്നെ തോന്നി. ചെറുശ്ശേരി നമ്പൂരി: അതിനെന്തു സംശയം? വാരയ്ക്ക് 95 ഉറുപ്പിക വിലയുള്ള പൊന്നീരാളമല്ലേ. ആ കുപ്പായം തന്നെ ഇടണം. കുപ്പായവും തൊപ്പിയും തുപ്പട്ടയും മോതിരങ്ങളും സ്വർണ്ണക്കുമിഴു മെതിയടിയും മറ്റും ഇട്ടുകൊണ്ട് നമ്പൂരിപ്പാട് ചെറുശ്ശേരിയോടും കേശവൻ നമ്പൂരിയോടും ഭൃത്യവർഗങ്ങളോടും വഴിയിൽ അവിടവിടെ നിന്നു ചേർന്ന ആളുകളോടും കൂടി പൂവരങ്ങത്ത് പൂമുഖത്തിൻ്റെ മുമ്പിലായി. ഉടനെ പഞ്ചുമേനോൻ ഇറങ്ങി വന്ന് നമ്പൂരിപ്പാട്ടിലെ കൂട്ടിക്കൊണ്ട് നാലകത്തേക്ക് പോയി ഒരു വലിയ കസാലമേൽ ഇരുത്തി പഞ്ചപുച്ഛമടക്കി നിന്നു. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയുടെ മാളിക ഇതോട് തൊട്ടിട്ട് തന്നെയോ? പഞ്ചുമേനോൻ: റാൻ, അതെ. ഈ തെക്കേ അകത്തെ പടിഞ്ഞാറേ വാതിലിൽ കൂടി ഇറങ്ങിയാൽ ആ മാളികയാണ്. എന്നാൽ ആ മാളികയിലേക്ക് എഴുന്നള്ളാം എന്നും കേശവൻ നമ്പൂരി എവിടെ എന്നും പഞ്ചുമേനോൻ പറയുമ്പോഴേക്ക് കേശവൻ നമ്പൂരി പുറത്തുനിന്ന് ഓടി വന്ന് ഞാൻ ഇന്ദുലേഖയെ ഒന്ന് അറിയിച്ചു വന്ന് കളയാമെന്ന് പറഞ്ഞ് ഓടി മാളികയിലേക്ക് ചെന്നു. അപ്പോൾ ഇന്ദുലേഖ ഒരു എഴുത്ത് എഴുതിക്കൊണ്ടിരുന്നു. നമ്പൂരിയെ കണ്ടപ്പോൾ കലശലായ ഉപദ്രവത്തോടെ എഴുത്ത് അവിടെ നിർത്തി എഴുന്നേറ്റ് നിന്ന് എന്താണ് എഴുന്നള്ളിയത് എന്ന് ചോദിച്ചു. കേശവൻ നമ്പൂതിരി: ഊണ് കഴിഞ്ഞു വന്നു. ഇന്ദുലേഖയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. വലിയച്ഛനും അദ്ദേഹവും ചുവട്ടിലുണ്ട്. വരാൻ പറയട്ടെ? ഇന്ദുലേഖ: വന്നോട്ടെ. കേശവൻ നമ്പൂതിരി: അദ്ദേഹം വലിയ നമ്പൂരിപ്പാടാണ്. ഇന്ദുലേഖയ്ക്ക് സംസാരിക്കേണ്ട മാതിരിയൊക്കെ അറിയാമല്ലോ. ഇന്ദുലേഖ: എനിക്ക് സംസാരിക്കേണ്ട മാതിരി അശേഷവും അറിഞ്ഞുകൂടാ, ഒരക്ഷരവും അറിഞ്ഞുകൂടാ. പക്ഷേ വരണ്ട, അതാണ് നല്ലത്. കേശവൻ നമ്പൂതിരി: ഛീ, വരണ്ടേ? ഇന്ദുലേഖയ്ക്ക് മനസ്സുപോലെ പറഞ്ഞോളൂ. ഇന്ദുലേഖ: അത് തന്നെയാണ് ഭാവിച്ചിരിക്കുന്നത്. കേശവൻ നമ്പൂതിരി നമ്പൂരിപ്പാട്ടിലെ വിളിപ്പാൻ താഴത്തിറങ്ങി. നമ്പൂരിപ്പാടെ കണ്ട് സംസാരിച്ച് ആ വിവരത്തെക്കുറിച്ചുകൂടി നേരം പോക്കായി പലതും മാധവന് എഴുതാമെന്ന് ഇന്ദുലേഖ നിശ്ചയിച്ച് പകുതി എഴുതിയ കത്തും മറ്റും എഴുത്തുപെട്ടിയിൽ ഇട്ടു പൂട്ടി. പൂട്ടിയ ഉടനെ പുറത്തളത്തിൽ വന്ന് ഒരു പരീക്ഷയ്ക്ക് ഒരു ക്ലാസ്സിലെ കുട്ടി എഴുന്നേറ്റ് നിൽക്കും പോലെ പുറത്തളത്തിലെ ഒരു ചാരുപടിയും പിടിച്ച് അവിടെ നിന്നു. കേശവൻ നമ്പൂരി ഉടനെ താഴത്ത് വന്ന് മുകളിലേക്ക് പോവാം എന്ന് പറഞ്ഞു. നമ്പൂരിപ്പാട് എഴുന്നേറ്റ് നടന്നു. തെക്കേ അകായിലോളം പഞ്ചുമേനോനും പോയി. പിന്നെ അയാൾ മടങ്ങി. അപ്പോൾ കേശവൻ നമ്പൂതിരി: ഇന്ദുലേഖയ്ക്ക് ആചാരം പറവാനും മറ്റും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. നമ്പൂതിരിപ്പാട്: ഇത്രയൊക്കെ ഇംഗ്രിയസും മറ്റും പഠിച്ചിട്ട് ഇത് പഠിച്ചില്ലേ? എന്നോട് മേഘദന്തൻ സാഹിബ് കൂടി ആചാരം പറയും. ഇരിക്കട്ടെ, എൻ്റെ ഭാര്യയായാൽ ഞാൻ അതൊക്കെ പഠിപ്പിക്കും. ഇപ്പോൾ എങ്ങനെയെങ്കിലും പറയട്ടെ. കേശവൻ നമ്പൂതിരി: ശരി, അതുതന്നെ വേണ്ടത്. ഇവിടുത്തെ ബുദ്ധിവലിപ്പം വളരെ തന്നെ. നമ്പൂതിരിപ്പാട്: എൻ്റെ ഭാര്യയായ നിമിഷം ഞാൻ മാതിരി സകലവും മാറ്റും. ഇങ്ങനെ പറഞ്ഞും കൊണ്ട് പൊൻകുമിഴു മെതിയടിയും ഇട്ട് കോണിയിന്മേൽ
കടാ പടാ എന്ന് ശബ്ദിച്ചും കൊണ്ട് കോണി കയറി പുറത്തളത്തിലേക്ക് കടന്നപ്പോൾ ചാരുപടിയും പിടിച്ചു നിൽക്കുന്ന തരുണീരത്നമായ ഇന്ദുലേഖയെ കണ്ടു. ആദ്യം ഒരു മിന്നൽ പിണർ കണ്ണിലടിച്ച പോലെ തോന്നി. കണ്ണുമിഴിച്ച് പിന്നെയും നോക്കി. അതിസുന്ദരിയായ ഇന്ദുലേഖയുടെ ആപാദചൂടം നിർവികാരനായി ഒന്ന് നോക്കി. നമ്പൂരിപ്പാട് ഭ്രമിച്ച് വലഞ്ഞ് കുഴഞ്ഞുപോയി. 1-2 നിമിഷനേരം നിശ്ചഞ്ചലനായി നിന്നു. ഇങ്ങനെ സൗന്ദര്യം ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ മഹാഭാഗ്യം തന്നെ. എന്നെ ഇവൾ കാമിക്കാതിരിക്കില്ല. എനിക്ക് അന്യസ്ത്രീഗമനം ഇനിയില്ല. ഇന്ദുലേഖയെ ഒഴിച്ച് ഞാൻ ഒരു സ്ത്രീയെയും സ്മരിക്കുക കൂടിയില്ല. അതിന് 2 പക്ഷമില്ല. ഇങ്ങനെയാണ് ഇന്ദുലേഖയുടെ സ്വരൂപം കണ്ട് സുബോധം വന്ന പിന്നെ സംഭാഷണം തുടങ്ങുന്നതിന് മുമ്പിൽ നമ്പൂരിപ്പാട്ടിലെ മനസ്സിൽ വിചാരിച്ചതും നിശ്ചയിച്ച് ഉറച്ചതും. ഇന്ദുലേഖ യാതൊരു ഭാവഭേദവും കൂടാതെ നമ്പൂരിപ്പാട്ടിലെ മുഖത്ത് നോക്കിക്കൊണ്ടു നിന്നു. തുറിച്ചു നോക്കിക്കൊണ്ട് നിന്നു എന്ന് പറയാൻ പാടില്ല. തുറിച്ചു നോക്കാൻ ഇന്ദുലേഖയ്ക്ക് അറിഞ്ഞുകൂടാ. കേശവൻ നമ്പൂരി ഉടനെ ഒരു കസാല നീക്കിവെച്ച് അതിന്മേൽ നമ്പൂരിപ്പാട്ടിലെ ഇരുത്തി താഴത്തിറങ്ങി. നമ്പൂരിപ്പാട് കസാലമേൽ ഇരുന്ന് പിന്നെയും ഇന്ദുലേഖയുടെ മുഖത്തു തന്നെ കണ്ണു പറിക്കാതെ നോക്കി. ഇന്ദുലേഖയും നോക്കിക്കൊണ്ട് തന്നെ നിന്നു. ഒടുവിൽ നമ്പൂതിരിപ്പാട്, ഞാൻ വന്നപ്പോൾ താഴെ ഉണ്ടായിരുന്നു ഇല്ലേ? കണ്ടതുപോലെ തോന്നി എന്നു പറഞ്ഞ് കവിൾത്തടം കവിഞ്ഞു നീണ്ടിട്ട് ഒരു മന്ദഹാസം ചെയ്തു. ഇന്ദുലേഖ, ഞാനപ്പോൾ താഴത്തില്ല. ഞാൻ എന്ന് പറഞ്ഞപ്പോൾ നമ്പൂരിപ്പാട് ഒന്നു ഞെട്ടി. ഒരു നായർ സ്ത്രീ തന്നോട് അങ്ങിനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സ്തോഭങ്ങളൊന്നും ക്ഷണിക നേരവും നിന്നില്ല. ഇന്ദുലേഖയുടെ സൗന്ദര്യം കണ്ട് നമ്പൂരി വലഞ്ഞ് മറ്റുള്ള സകല അഭിമാനവും മറന്നുപോയിരിക്കുന്നു. നമ്പൂതിരിപ്പാട്, താഴത്തു വന്നതേയില്ലേ? ഇന്ദുലേഖ, വന്നതേയില്ല. നമ്പൂതിരിപ്പാട്, അതെന്തേ? ഇന്ദുലേഖ, ഒന്നുമുണ്ടായിട്ടല്ല. നമ്പൂതിരിപ്പാട്, ആദ്യം വരാൻ നിശ്ചയിച്ച ദിവസം സംഗതിവശാൽ പുറപ്പെടാൻ തരമായില്ല. ആ വിവരത്തിന് എഴുത്തയച്ചു. എഴുത്ത് കണ്ടില്ലേ? ഇന്ദുലേഖ, ഞാൻ കണ്ടിട്ടില്ല. നമ്പൂതിരിപ്പാട്, കറുത്തേടം കാണിച്ചില്ലേ? ഇന്ദുലേഖ, നമ്പൂരി എന്നെ കാണിച്ചിട്ടില്ല. നമ്പൂതിരിപ്പാട്, കറുത്തേടം മഹാവിഡ്ഢി തന്നെ. അന്നു ഞാൻ പുറപ്പെട്ട ദിവസം ഒരു ഏലമല കരാറുകാരൻ മക്ഷാമൻ സാഹിബ് വന്നിരുന്നു. 80,000 ഉറുപ്പികയ്ക്ക് മല കരാർ കൊടുത്തു. ആ തിരക്കിനാലാണ് അന്ന് വരാഞ്ഞത്. ഇന്ദുലേഖയെ കാണാൻ വഴുകിക്കൊണ്ടിരുന്നു. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേട്ട് നല്ല പരിചയമുണ്ട്. ഇന്ദുലേഖ കറുത്തേടത്തെന്ന് അമ്മയ്ക്ക് ബാന്ധവമായതിന് മുമ്പുണ്ടായ മകളായിരിക്കും. ഇന്ദുലേഖ, ആരുടെ മകൾ? കറുത്തേടത്ത് നമ്പൂരിയുടെയോ? അല്ല, ഞാൻ നമ്പൂരിയുടെ മകളല്ല. രാമവർമ്മ രാജാവിൻ്റെ മകളാണ്. നമ്പൂതിരിപ്പാട്, അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ദുലേഖ, എന്നാൽ ശരി. നമ്പൂതിരിപ്പാട്, ഇനി താൻ എന്താണ് പറയേണ്ടത്? തനിക്ക് പറയേണ്ട സംഗതി ഒന്നുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് പറയേണ്ടത് എന്ന് കുറെ നിരൂപിച്ചിട്ട്. നമ്പൂതിരിപ്പാട്, ഇന്ദുലേഖയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ട് എനിക്ക് നിവൃത്തിയില്ലാതായി. ഇന്ദുലേഖ, എൻ്റെ സൗന്ദര്യം കൊണ്ട് ഇവിടേക്ക് എന്താണ് നിവൃത്തിയില്ലാതെ ആയത് എന്ന് മനസ്സിലായില്ല. നമ്പൂതിരിപ്പാട്, ഇന്ദുലേഖയുടെ വർത്തമാനം കേട്ട് മനവക കാര്യങ്ങൾ യാതൊന്നും ഞാൻ നോക്കാതെയായി. ഇന്ദുലേഖ, ഇത് മഹാകഷ്ടം. ഞാൻ മനവക കാര്യങ്ങൾക്ക് ഇത്ര വിരോധിയോ? ഇതിനെന്താണ് സംഗതി? നമ്പൂതിരിപ്പാട്, ഇന്നലെ ചെറുശ്ശേരി ഒരു ശ്ലോകം ചൊല്ലി. അത് ഇന്ദുലേഖയോട് ചൊല്ലണമെന്ന് എനിക്കൊരാഗ്രഹം. ഇന്ദുലേഖയ്ക്ക് സംസ്കൃതത്തിൽ വിൽപ്പത്തിയല്ല, ഇംഗ്രീസ് പഠിപ്പാണുള്ളതെന്ന് കേട്ടു. സംസ്കൃത ശ്ലോകം ചൊല്ലിയാൽ അർത്ഥം മനസ്സിലാവുമോ? ഇന്ദുലേഖ, നല്ലവണ്ണം മനസ്സിലാവാൻ പ്രയാസം. നമ്പൂതിരിപ്പാട്, കുറെ വായിച്ച് വിൽപ്പത്തിയായിരുന്നു വേണ്ടത്. ഇന്ദുലേഖ, ശരി. നമ്പൂതിരിപ്പാട്, ഞാനൊരു ശ്ലോകം ചൊല്ലാം.
അർത്ഥം മനസ്സിലാവുമോ എന്ന് നോക്കൂ. മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇന്ദുലേഖ: അർത്ഥം മനസ്സിലാവുന്ന കാര്യം സംശയം. നമ്പൂതിരിപ്പാട്: എന്നാൽ ഞാൻ പറഞ്ഞു തരാം. ഇന്ദുലേഖ: അങ്ങനെയാവട്ടെ. നമ്പൂതിരിപ്പാട് ഒരു ശ്ലോകം ചൊല്ലാൻ വിചാരിച്ചു. ശ്ലോകം ഒന്നു രണ്ടേ തോന്നുകയുള്ളൂ. വിൽപ്പത്തി ലേശമില്ലാത്തതിനാൽ മഹാ അബദ്ധമായിട്ടാണ് തോന്നുന്നതു തന്നെ ചൊല്ലുമാറ്. തോന്നുന്നതിൽ തന്നെ ചില പദങ്ങളും പാദങ്ങളും ഇടയ്ക്കിടെ മറന്നുപോവും, പിന്നെയും തോന്നും. ഇങ്ങനെയാണ് സ്ഥിതി. ശ്ലോകം ചൊല്ലുവാൻ നിശ്ചയിച്ച് നമ്പൂരിപ്പാട് കുറെ വിചാരിച്ചു. ഒരു ശ്ലോകം പകുതി തോന്നി. അത് ചൊല്ലുന്നു: ആസ്താം പീയൂഷഭാവഃ സുമതിഗരജരളഹാരി പ്രസിദ്ധഃ. പിന്നെ എന്താണ്? തോന്നുന്നില്ല. ചെറുശ്ശേരിയെ അറിയുമോ? അറിയും എന്ന് അവൾ പറഞ്ഞു. അയാൾ എൻ്റെ കൂടെ തന്നെയാണ്. എനിക്ക് വേണ്ടപ്പോഴൊക്കെ അയാളാണ് ശ്ലോകം ചൊല്ലാറ്. എനിക്കിത് ഓർമ്മ വയ്ക്കാനും മറ്റും മഹാ അസഖ്യം. പിന്നെ കാര്യങ്ങളുടെ തിരക്കിൽ എന്ത് ശ്ലോകം? എന്നാലും ഞാൻ ചൊല്ലിയ ശ്ലോകം ബഹുവിശേഷമായിരുന്നു. എന്താ അന്താളിച്ച് നോക്കട്ടെ. ആസ്താം പീയൂഷഭാവ സുമതിഗരജരള ഇതി പ്രസിദ്ധഃ. ഇന്ദുലേഖ ചിരിച്ചും കൊണ്ട്: ബുദ്ധിമുട്ടണ്ട, ശ്ലോകം പിന്നെ ഓർമ്മയാക്കിയിട്ട് ചൊല്ലാമല്ലോ. നമ്പൂതിരിപ്പാട്: ഛീ, അതുപോരാ. ഞാൻ ഒന്നാമത് ഇന്ദുലേഖയോട് ചൊല്ലിയ ശ്ലോകം മുഴുവനാക്കാൻ ഞാൻ പോരാ. നോക്കട്ടെ. ആസ്താം പീയൂഷഭാവ സുമതിഗരജരള ഇതി പ്രസിദ്ധഃ. ഓഹോ, തോന്നി. തല്ലഭോപായ ഖിന്നാഭിച ഗരളഹരോഹേരു തല്ലാസഭാവഃ. ഇനിയത്തെ രണ്ട് പാദം അശേഷം തോന്നുന്നില്ല. മുമ്പ് തന്നെ തോന്നുന്നില്ല. വിചാരിച്ചിട്ട് ഫലമില്ല. ആസ്താം പീയൂഷഭാവഃ. ഓ, പിന്നെയും മറന്നുവോ? ഇത് വലിയ വിഷമം. ഓഹോ, ഇല്ല, തോന്നി. ആസ്താം പീയൂഷഭാവ സുമതിഗരജരാള ഇതി പ്രസിദ്ധഃ. തല്ലാഭോപായ ഖിന്നാഭിച ഗരളഹരോഹേതുരുല്ലാസഭാവഃ. ഇത്രത്തോളം ചൊല്ലി പിന്നെ അശേഷം തോന്നുന്നില്ലെന്ന് പറഞ്ഞും കൊണ്ട് നമ്പൂരിപ്പാട് എഴുന്നേറ്റ് കറുത്തേടത്തിനെ വിളിക്കാൻ കോണിവാതുക്കൽ പോയി. കറുത്തേടം, കറുത്തേടം എന്ന് ഉറക്കെ വിളിച്ചു. കേശവൻ നമ്പൂരി ഹാജരായി കോണിച്ചുവട്ടിൽ സമീപം നിൽക്കുന്നുണ്ടായിരുന്നു. ഓടിയെത്തി. നമ്പൂരിപ്പാട്: കറുത്തേടം, ചെറുശ്ശേരിയുടെ അടുക്കപ്പോയി ആസ്താം എന്ന ശ്ലോകം മുഴുവനും ഒരു ഓലയിൽ എഴുതിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരൂ, വേഗം വേണം. കേശവൻ നമ്പൂരി ഓടിപ്പോയി. ചെറുശ്ശേരി നാലുകെട്ടിൽ ഒരു കസാലമേൽ ഇരിക്കുന്നത് കണ്ടു. അപ്പോഴേക്ക് കേശവൻ നമ്പൂരി ആസ്താം എന്ന പദം മറന്നിരിക്കുന്നു. കേശവൻ നമ്പൂതിരി: ചെറുശ്ശേരി ഒരു ശ്ലോകം എഴുതിത്തരാൻ പറഞ്ഞു നമ്പൂരി. അത് വേഗം എഴുതിത്തരൂ. ഓലയും എഴുത്താണിയും ഇതാ. എന്താണ് ശ്ലോകം? എന്തോ, ഓ, അന്താളിച്ചു. വരട്ടെ. ശരി, ഓർമ്മയായി. ശ്ലോകത്തിൻ്റെ ആദ്യം ആസിയിൽ എന്നാണ്. വേഗം എഴുതിത്തരൂ. ചെറുശ്ശേരി വേഗം ഓല വാങ്ങി. ആസിദ്ദശരഥോ നാമ സൂര്യവംശേധ പാർത്ഥിവഃ ഭാര്യാസ്തിസ്രോഭിലബ്ധാസൗ താസു ലേഭേന സന്തതിം എന്ന ശ്ലോകം എഴുതിക്കൊടുത്തു. കേശവൻ നമ്പൂതിരി ഓലയും കൊണ്ട് മുകളിലേക്ക് ഓടിച്ചെന്നു. നമ്പൂതിരിപ്പാട്ടിലേക്ക് കണ്ണട വയ്ക്കാതെ ഒരക്ഷരം വായിച്ചുകൂടാ. എന്നാൽ ഇന്ദുലേഖയുടെ മുമ്പാകെ കണ്ണട വയ്ക്കുന്നത് തൻ്റെ യൗവനത്തെക്കുറിച്ച് ഇന്ദുലേഖയുടെ അഭിപ്രായത്തിന് ഹാനിയായി വന്നാലോ എന്ന് വിചാരിച്ച് താൻ ഓല വാങ്ങാതെ കേശവൻ നമ്പൂതിരിയോട് തന്നെ വായിക്കാൻ പറഞ്ഞു. കേശവൻ നമ്പൂതിരിക്കും കണ്ണട കൂടാതെ നല്ലവണ്ണം വായിച്ചുകൂടാ. എങ്കിലും കൽപ്പന പ്രകാരം തപ്പി വായിച്ചു തുടങ്ങി. കേശവൻ നമ്പൂതിരി: ആസി ദശരഥോ നാമ സൂര്യവംശേധ പാർത്ഥിവ. ഇത്രത്തോളം വായിക്കുമ്പോഴേക്ക് ഇന്ദുലേഖ വല്ലാതെ ചിരിച്ചു തുടങ്ങി. നമ്പൂതിരിപ്പാട്: ഛീ, അബദ്ധം. കറുത്തേടത്തിന് വിൽപ്പത്തി ലേശമില്ലെന്ന് തോന്നുന്നു. ഇതല്ല ശ്ലോകം. ആദ്യത്തെ പാദം എനിക്കറിയാം, എഴുതിക്കോളൂ എന്ന് പറഞ്ഞ് കേശവൻ നമ്പൂതിരിയെ കൊണ്ട് താൻ മുമ്പ് ചൊല്ലിയ പ്രകാരം എഴുതിച്ചു.
ഓലയും കൊണ്ട് കേശവൻ നമ്പൂതിരി ചെറുശ്ശേരി നമ്പൂതിരിയുടെ അടുക്കെ രണ്ടാമതും ചെന്നു. കേശവൻ നമ്പൂതിരി: ചെറുശ്ശേരിക്ക് എല്ലായ്പ്പോഴും പരിഹാസമാണ്. നമ്പൂരി വിചാരിച്ച ശ്ലോകമല്ല എഴുതി തന്നത്. ഇതാ ഞാൻ ഓലയിൽ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇത് മുഴുവൻ എഴുതിത്തരൂ. ചെറുശ്ശേരി നമ്പൂരി ഓല വാങ്ങി നോക്കി. ഓഹോ, ഈ ശ്ലോകമോ? എന്നാൽ അങ്ങനെ പറയണ്ടേ. ആസിയിൽ എന്നാണ് ആദ്യം എന്നല്ലേ കറുത്തേടൻ പറഞ്ഞത് എന്നും പറഞ്ഞ് പൂർവാർദ്ധത്തിൽ ഉണ്ടായിരുന്ന പിഴകൾ തീർത്ത് ഉത്തരാർത്ഥം എഴുതിക്കൊടുത്തു. അതും കൊണ്ട് പിന്നെയും കേശവൻ നമ്പൂതിരി മുകളിലേക്ക് ചെന്നു. ശ്ലോകം വായിക്കാൻ നമ്പൂതിരിപ്പാട് കേശവൻ നമ്പൂതിരിയോട് പറഞ്ഞു. കേശവൻ നമ്പൂതിരി: ഇതൊരു വലിയ ശ്ലോകമാണ്. ഞാൻ വായിച്ചാൽ ശരിയാവുകയില്ല. ഇന്ദുലേഖ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, നല്ല വിൽപ്പത്തിയാണ്. ഇന്ദുലേഖേ, ഇതൊന്ന് വായിക്കൂ. ഇന്ദുലേഖ: എനിക്കു നല്ല വിൽപ്പത്തിയില്ല, വല്ലതും പറയണ്ട. എന്നാൽ ഈ ശ്ലോകം എനിക്ക് തോന്നും ബുദ്ധിമുട്ടണ്ട, ചൊല്ലിക്കളയാം എന്നും പറഞ്ഞ് ഉപദ്രവം തീരാൻ വേണ്ടി ചൊല്ലുന്നു. ആസ്താം പീയൂഷലാഭസ്സു മുഖിഗരജരാ മൃത്യുഹാരി പ്രസിദ്ധ സ്ഥല്ലാഭോപായ ചിന്താഭിച ഗരളജുഷോ ഹേതുരുല്ലാഖദായാഃ നോ ചേദോലോല ദൃഷ്ടി പ്രതിഭയുജഗീയേ ദഷ്ടമർമാ മുഹുസ്തേ യാമേവാലംബ്യ ജീവേ കഥമധരസുധാ മാധുരീമപ്യജാനൻ. നമ്പൂതിരിപ്പാട്: അതിവിശേഷമായ ശ്ലോകം അല്ലേ? ഇന്ദുലേഖ: അതെ. നമ്പൂതിരിപ്പാട്: കറുത്തേടം പോയി താഴത്തിരിക്കൂ. കേശവൻ നമ്പൂതിരി: ഞാൻ പോയി മുറുക്കാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് താഴത്തേക്ക് പോയി. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയ്ക്ക് കളിഭ്രാന്തുണ്ടോ? ഇന്ദുലേഖ: എന്ത് ഭ്രാന്ത്? നമ്പൂതിരിപ്പാട്: കളിഭ്രാന്ത്, കഥകളി ഭ്രാന്ത്. ഇന്ദുലേഖ: എനിക്ക് ഒരു വകയായും ഭ്രാന്ത് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്പൂതിരിപ്പാട്: എനിക്ക് നല്ല ഭ്രാന്താണ്, കലശലാണ് ഭ്രാന്ത്. ഇന്ദുലേഖ ചിരിച്ചും കൊണ്ട്: ശരി തന്നെ, സംശയമില്ല. നമ്പൂതിരിപ്പാട്: എന്താ ഇന്ദുലേഖ ഈ വിവരം മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇന്ദുലേഖ: ഇല്ല, ഇപ്പോൾ അറിഞ്ഞു. നമ്പൂതിരിപ്പാട്: ഞാൻ പറഞ്ഞറിഞ്ഞു അല്ലേ? ഇന്ദുലേഖ: അതെ, ഇവിടുത്തെ വാക്കുകളെ കൊണ്ട് നിശ്ചയിച്ചു. നമ്പൂതിരിപ്പാട്: ഇന്നലെ മനയ്ക്കൽ കളിയുണ്ടായിരുന്നു. രാമൻ്റെ ദശാസ്യൻ ബഹുവിശേഷം തന്നെ. ഇന്ദുലേഖ രാമനെ കേട്ടിട്ടുണ്ടോ? രാമൻ, രാമൻ, ശൂദ്രർ രാമപ്പണിക്കർ എന്ന് പറയും. വലിയ ഊറ്റക്കാരനാണ്. രംഗശ്രീ കലശല്, മെയ്യും അങ്ങനെ തന്നെ. ഇന്ദുലേഖയ്ക്ക് ഇനി ദിവസം പ്രതി കളി കാണാം. എനിക്ക് നല്ല ഭ്രാന്താണ്. ഇഷി മിക്കവാറും ദിവസം കളി ഉണ്ടാവാറുണ്ട്. ഇന്നലെ ഒരു സ്ത്രീവേഷവും കണ്ടു. ഈയിടെ ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. രാഘവൻ എന്ന ഒരു ചെക്കൻ. രാഘവനെ ഇന്ദുലേഖ അറിയുമോ? അവൻ മുഖം മിനുക്കിയാൽ ഇന്ദുലേഖയുടെ മുഖം പോലെ തന്നെ, അങ്ങനെ തന്നെ, ഒരു ഭേദവുമില്ല. ഇവിടെ കളി കൂടെ കൂടെ ഉണ്ടാവാറുണ്ടോ? ഇന്ദുലേഖ: ഇല്ല. നമ്പൂതിരിപ്പാട്: എത്ര കൊല്ലമായി ഇന്ദുലേഖ കഥകളി കണ്ടിട്ട്? ഇന്ദുലേഖ: 4-5 കൊല്ലമായി എന്ന് തോന്നുന്നു. നമ്പൂതിരിപ്പാട്: ശിവ ശിവ, 4-5 കൊല്ലമോ? ഇത്ര സമ്പത്തുള്ള ഈ വീട്ടിൽ കഥകളി കഴിഞ്ഞിട്ട് 4-5 കൊല്ലമോ? ആശ്ചര്യം. അതിൻ്റെ പരിജ്ഞാനമില്ലാഞ്ഞാൽ അത്രേ ഉള്ളൂ. പഞ്ചുവിന് പരിജ്ഞാനം ഒട്ടുമില്ലായിരിക്കും. പിന്നെ ഇന്ദുലേഖ എന്തു ചെയ്യും? ഇന്ദുലേഖ: അതെ, ശരി തന്നെ. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയ്ക്ക് ഇംഗ്രിയസ് നല്ലവണ്ണം അറിയാമോ? ഇന്ദുലേഖ: കുറേ പഠിച്ചു. നമ്പൂതിരിപ്പാട്: സായ്വന്മാരോട് സംസാരിക്കാമോ? ഇന്ദുലേഖ: പഠിച്ചതിൻ്റെ അവസ്ഥാനുസരണം ആരോടും സംസാരിക്കാം. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയെ ഞാൻ ഇശ്ശി കേട്ടിട്ടുണ്ട്. കണ്ടപ്പോൾ അതിലൊക്കെ വിശേഷം. എൻ്റെ ഭാഗ്യം തന്നെ. ഇന്ദുലേഖ: എന്താണ് ഭാഗ്യം? അറിഞ്ഞില്ല. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയെ കണ്ടത് തന്നെ ഭാഗ്യം. ഇന്ദുലേഖ: എന്താണ് എന്നെ കാണുന്നത് കൊണ്ടൊരു ഭാഗ്യം എന്ന് ഞാൻ അറിയുന്നില്ല. നമ്പൂതിരിപ്പാട്: ഇത്ര പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇന്ദുലേഖ: പറഞ്ഞിടത്തോളം മനസ്സിലായി. പറയാത്തത് എങ്ങനെ മനസ്സിലാവും?
ഇവിടുത്തെ ഭാഗ്യമെന്ന് പറഞ്ഞത് മനസ്സിലായി. എന്ത് ഭാഗ്യമാണ് ഇവിടേക്ക് വരുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് ഉത്തരം പറഞ്ഞില്ല. പറയാത്തത് കൊണ്ട് ആ സംഗതി മനസ്സിലായതുമില്ല. നമ്പൂതിരിപ്പാട്: അതൊക്കെ എൻ്റെ ഭാഗ്യം തന്നെ, എൻ്റെ ഭാഗ്യം തന്നെ. ഇന്ദുലേഖയുടെ വാക്കുസാമർഥ്യം കേമം തന്നെ. എന്നെ ഒന്ന് ചെണ്ട കൊട്ടിക്കണമെന്നാണ് ഭാവമെന്ന് തോന്നുന്നു. ഇന്ദുലേഖ: ഇവിടെ ചെണ്ടയില്ല. ഇവിടുന്ന് ചെണ്ട കൊട്ടി കേൾക്കണമെന്ന് എനിക്ക് താല്പര്യവുമില്ല. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖ ബഹുരസികത്തിയാണ്. ഇങ്ങനെ ഇരിക്കേണ്ട വാക്കുസാമർഥ്യം എന്നെ മുമ്പ് കേട്ട് പരിചയമുണ്ടായിരിക്കും. ഇന്ദുലേഖ: ഇല്ല. നമ്പൂതിരിപ്പാട്: കേട്ടിട്ടേയില്ലേ? ഇന്ദുലേഖ: ഇല്ല. നമ്പൂതിരിപ്പാട്: എൻ്റെ ഒരു വർത്തമാനവും അറിയില്ലേ? ഇന്ദുലേഖ: ഇല്ല. നമ്പൂതിരിപ്പാട്: അപ്പോൾ ഞാൻ വരുന്ന വർത്തമാനവും അറിഞ്ഞിട്ടില്ലേ? ഇന്ദുലേഖ: വരുന്നുണ്ടെന്ന് ഇവിടെ ആരോ ഇന്നലെയോ മറ്റോ പറഞ്ഞു കേട്ടു. നമ്പൂതിരിപ്പാട്: അപ്പോൾ എൻ്റെ വർത്തമാനം ഇന്ദുലേഖ ആരോടും അന്വേഷിച്ചില്ലേ? ഇന്ദുലേഖ: ഇല്ല. നമ്പൂതിരിപ്പാട്: അതെന്തേ? ഇന്ദുലേഖ: ഒന്നും ഉണ്ടായിട്ടല്ല, അന്വേഷിച്ചില്ല, അത്രേയുള്ളൂ. നമ്പൂതിരിപ്പാട്: ഞാൻ വന്ന കാര്യം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ? ഇന്ദുലേഖ: ഇല്ല, മനസ്സിലായിട്ടില്ല. നമ്പൂതിരിപ്പാട്: എന്ത്, അതും മനസ്സിലായിട്ടില്ലേ? ഇന്ദുലേഖ: ഇല്ല. നമ്പൂതിരിപ്പാട്: ഞാൻ ഇന്ദുലേഖയെ കാണാനായിട്ട് തന്നെയാണ് വന്നത്. ഇന്ദുലേഖ: ശരി, അങ്ങനെയായിരിക്കും.